Dear students, today I want to discuss the previous year questions of Kerala Engineering. Laws of motion എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ചില വർഷങ്ങളിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചില വർഷങ്ങളിൽ അത് മിനിമം 2 ക്വസ്റ്റ്യൻസ്. We can start with the 2020 ചോദിച്ച question. A boy is standing on a weighing machine inside a lift. When the lift goes upward with an acceleration g by 4, the machine shows the reading 50 kilogram weight. When the lift goes down with the acceleration g by 4, the reading of the machine in kilogram weight would be. അപ്പോൾ ആദ്യത്തെ കേസിൽ that lift moves in the upward with an acceleration g by 4. അപ്പോൾ നമുക്ക് ആ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് there is an additional weight there, the apparent weight will change, അത് ആഡഡ് ആകുമെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 50 കിലോഗ്രാം വെയിറ്റ് ആണ്. സോ 50 ഇൻറ്റു ജി എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ദ ഗിവൺ കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ജി ബൈ 4 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജി പ്ലസ് ജി ബൈ 4. So we can write it to be as 5 by 4 g is equal to 50 into g. g cancel. നമുക്ക് ആ എം മാസ് ഓഫ് ദാറ്റ് പേഴ്സൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു ദാറ്റ് 4 ഡിവിഷൻ ബൈ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. അത് നമ്മുടെ ഫസ്റ്റ് കേസിൽ നിന്ന് കിട്ടിയ കൺസെപ്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് മൂവ് ചെയ്താൽ അവിടെ പറയുന്നത് ദാറ്റ് മെഷീൻ ഈസ് ഗോയിങ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ ജി ബൈ 4. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എന്തെഴുതാം? എം ഇൻറ്റു ജി മൈനസ് എ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ. സോ ദ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. സോ എം ഇവിടെ നമുക്കറിയാം 40 ആണ്. ജി മൈനസ് വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? അഗെയിൻ ജി ബൈ 4 ആണ്. So that is equal to 40 into 4g minus g as a 3 by 4 into g. So that is the concept. So that is equal to 30 into g. In kilogram weight we can say 30 kilogram weight. So we can say B as the answer for the question. We can move with the question number 2. 2020 തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. So a ship of mass 2 into 10 to the power of 7 kilogram initially at rest. So its mass is given as 2 into 10 to the power of 7 kilogram and is pulled by a force of 5 into 10 to the 5 power 5 through a distance 2 meter. The force act ചെയ്യുന്നത് 5 into 10 to the power of 5 Newton and it travels a distance of 2 meter. Assuming the resistance due to water is negligible, the speed of the ship is. So, നമുക്കിവിടെ we can use our one-dimensional relation v square എന്ന് പറയുന്നത് we know u square plus 2 into as അല്ലേ. പക്ഷേ ആക്സിലറേഷന് പകരം നമുക്ക് ഇവിടെ ഫോഴ്സ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് f by m എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ ഈസിലി ഫൈൻഡ് ആസ് 2 ഇൻറ്റു എഫ് ബൈ എം ഇൻറ്റു എസ് ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഈസ് ദ ഫോഴ്സ് ഹിയർ 5 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 5 ബൈ വാട്ട് ഈസ് ദ മാസ് ദെയർ 2 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 7 ഇൻറ്റു വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ദെയർ 2. സോ നമുക്ക് 2 ഇൻറ്റു ക്യാൻസൽ ആക്കാം. സോ 5 ഇൻറ്റു 2 10 ആയി. അപ്പോൾ റൂട്ട് 10 റൈസ് ടു 6 ബൈ 10 റൈസ് ടു 7. സോ 1 by root 10. അപ്പോൾ 1 by root 10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.36 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. റഫ്ലി സി വേണമെങ്കിൽ നമുക്ക് ആൻസർ പറയാം, എന്നാലും ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ദർ ഇസ് നോ ചോയ്സസ് ഫോർ ദ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും 2020 ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഫോഴ്സ് എഫ് acts on a body of mass 1 kilogram
the acceleration of the body. നമുക്കറിയാം ന്യൂട്ടൻ്റെ രണ്ടാം നിയമപ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 2i + 3j എന്നല്ലേ നമുക്ക് തന്നിരിക്കുക. ദ ഡിവിഷൻ ബൈ 1 എന്നല്ലേ. സോ നമുക്ക് എന്ത് ആൻസർ ആയിട്ട് പറയാം, ഏത് ചോയ്സ് ആൻസർ ആയിട്ട് പറയാം? ബി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. So we can move with the next one, the fourth question. A vehicle moving at 36 km per hour is to be stopped by applying brakes in the next 5 meters. If the vehicle weighs 2000 kg, determine the average force that must be applied on it. അപ്പോൾ ഇവിടെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി എത്രയായിട്ടാണ് നമ്മളോട് പറയുന്നത്? ദാറ്റ് ഈസ് ഗിവൺ ആസ് 36 km/h. അത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തായിട്ട് വരുന്നു? 10 m/s ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് അടുത്ത 5 മീറ്റർ ജേണിയിൽ സ്റ്റോപ്പ് ആവുകയാണെന്നാണ് പറയുക. അവൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁻³ നമുക്ക് ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ട 1 ഡയമെൻഷണൽ റിലേഷൻ ഓർക്കാം. v² = u² + 2 × as. asന് പകരം നമുക്ക് f/m എന്ന് നമുക്ക് കൊടുക്കാം. ഓർക്കണേ, ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നോക്കിയിട്ടാണ്. കാരണം ഗോയിങ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആകണം. അപ്പോൾ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ഡിസ്റ്റൻസ് ഒക്കെ തരുമ്പോഴുള്ള റിലേഷനാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി ദ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ u² = യെസ്, ഇത് -a വരുന്നു. പക്ഷേ ഡീസലറേഷൻ ആയതുകൊണ്ട് -n കൊടുക്കേണ്ടി വരുന്നു. സോ u² = 2 × f/m × s ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു u² × m division by 2 × s. എന്താണ് u ഹിയർ? ദാറ്റ് ഈസ് 10. അപ്പോൾ 100 ഇൻറ്റു ദാറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 5 ആണ്. മാസ് എന്ന് പറയുന്നത് 2 × 10⁻³ 2 × 5. So that is equal to 10. So that is equal to 2 × 10⁻⁴ Newton. That means B ആണ് വീണ്ടും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുക. We can move with that question number 5. A block of mass 20 kg is suspended through 2 spring balances with a negligible mass as shown figure. What will be the readings in the upper and lower balance respectively? അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരേണ്ടത്, ഒരു സ്പ്രിംഗ് ബാലൻസ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നമ്മളിപ്പോൾ ഒരു മാസ് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 5 kg നമുക്ക് കൊടുത്താൽ അതിവിടെ 5 kg കാണിക്കണമെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടൊരു റിജിഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്പ്രിംഗ് ബാലൻസ് കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിന് മാസ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 20 kg അല്ലേ ഇവനിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്പ്രിങ്ങും ഒരേ റീഡിംഗ് ആയിരിക്കും നമുക്ക് നൽകുക. സോ ദാറ്റ് ഈസ് ആൻസർ. സോ ഈ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ. നമ്പർ 6. 2 masses connected in series with 2 massless strings are hanging from a support. Find the tension in the upper string. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അപ്പർ സ്ട്രിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ടെൻഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആകുന്നത് അതിന് താഴോട്ടുള്ള മാസസ് ആയിരിക്കത്തില്ലേ. അപ്പോൾ അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, ലുക്ക്, ഒരൊറ്റ മാസമായിട്ട് മാറ്റുകയാണെങ്കിൽ m1 + m2 ഒരുമിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് അല്ലേ അവിടുത്തെ ടെൻഷനായിട്ട് മാറുക. സോ m1 + m2 × g. D is the answer. Number 7. A man of 60 kg climbed down using an elevator. That elevator had an acceleration 4. If the acceleration due to gravity is 10, the man's apparent weight. അപ്പം താഴോട്ട് വരുന്ന സമയത്ത് we know the apparent weight is m × g - a. That is equal to 60 ×
10 minus 4. So that is equal to 60 into 6. That is equal to 360 Newton. So that is the answer. C choice is the answer. The next one, number 8. A uniform rod of length 1 meter and mass 2 kilogram is attached to a side support O as shown in the figure. The rod is at equilibrium due to the upward force T acting on it. Assume the acceleration due to gravity as a 10. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മളൊന്ന് സെൻസ് ചെയ്തേ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വെയിറ്റ് ആണ് അല്ലേ. ദറ്റ് വെയിറ്റ് ഈസ് ആക്ടിങ്, ദാറ്റ് ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ്. ഹിയർ ദ അഡീഷണൽ ടെൻഷൻ ഈസ് ആക്ടിങ് ഇൻ ദി അപ്വേർഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ നമുക്കൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, you just think about the torque. That is the very important concept there. At O, equilibrium എന്ന് പറയുമ്പോൾ നെറ്റ് വാല്യൂ 0 ആയിട്ടാണ് ഇവിടെ ഇരിക്കുക അല്ലേ. അപ്പോൾ ആ ടോർക്ക് എന്ന് പറയുന്നതിന് 2 റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. mg, ഇവന് L ആണ് ലെങ്ത് ഉള്ളതെങ്കിൽ അവൻ L/2 ലെങ്തിലല്ലേ ഇവൻ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് mg കൊടുക്കുന്നത് ഒരു ക്ലോക്ക് വൈസ് ടോർക്കല്ലേ. സോ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദാറ്റ് അപ്വേർഡ് ടോർക്ക് അല്ലേ, ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോർക്ക് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ mg ഇൻറ്റു ദ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ L/2. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ ബൈ ദ ക്ലോക്ക് വൈസ് വൺ. ക്ലോക്ക് വൈസിൻ്റെ ഫോഴ്സ് എത്രയാണ്? T. അവിടുത്തെ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ L. സോ L ക്യാൻസൽ. അങ്ങനെ ഒരു ടെൻഷൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും? mg/2. മാസ് ഇവിടെ എത്രയാണ്? 2. ഗ്രാവിറ്റി 10/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ഗെറ്റ് ദ ആൻസർ ആസ് 10 Newton. D ആണ് അവിടുത്തെ ചോയ്സ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 9. The one which does not represent a force in any context. സോ നമുക്ക് പറയാം ഇമ്പൾസ് വരുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മൊമെൻ്റമായിട്ട് മാറുകയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ദെയർ, ടെൻഷൻ ഈസ് ദെയർ, വെയിറ്റ്, വിസ്കസ് ഡ്രോഗ്, അവയൊക്കെ നമുക്ക് ഫോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 10. The water from a hose pipe of radius 5 cm strikes a wall normally at a speed of 5 meters per second. The force exerted on the wall in Newton is. അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആയിട്ടാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ m മാസം വാട്ടറാണ് വന്ന് പതിക്കുന്നത് v വെലോസിറ്റിയിലെങ്കിൽ നമുക്ക് m/v എന്ന് പറയാം. അപ്പം പക്ഷെ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ നമുക്ക് പറയുന്നത്. ദ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. സോ വി ക്യാൻ സേ റോ ഇൻറ്റു AV ഇൻറ്റു V എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം റോ AV². സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ വാൾ. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ 10 ക്യൂബാണ്. പൈ ഇൻറ്റു ഏരിയ എന്താണാവോ 5 ഇൻറ്റു 10⁻²² ആണ്. ഇൻറ്റു ദാറ്റ് velocity it is given as 5 meters per second. So 5 square as 25. On solving you get the value as 62.5 pi. That means C is the answer for the question. Number 11. The net force acting is not 0 on. അപ്പം നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ ഒന്നുകിൽ ദ ബോഡി മസ്റ്റ് മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അല്ലെങ്കിൽ ആ ബോഡി അറ്റ് റെസ്റ്റ് ആയിരിക്കണം. ഈ 2 കേസ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് നമുക്ക് കണ്ടുപിടിച്ചാൽ വി ഗെറ്റ് ദ ആൻസർ. ഫസ്റ്റ് ചോയ്സ് എ റിട്ടാർഡിംഗ് ട്രെയിൻ. സോ എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. സോ എ ആസ് ദി ആൻസർ. അടുത്ത് നോക്കി എ ബോൾ ഫോളിംഗ് വിത്ത് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി വരുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയി. A kite held stationary, a truck moving with the constant velocity, a book placed on a table. So we can take A as the answer for the question. Number 12.
if n bullets each of mass m are fired with a velocity v per second from a machine, the force required to hold the gun in position. നമുക്കറിയാം അവിടെയും മൊമെൻറ്റം ബൈ ടൈമായിട്ട് നമുക്ക് എടുത്താൽ മതി റെലവൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മാസ് എന്ന് പറയും എം ഇൻറ്റു വി അല്ലേ, പക്ഷേ അവിടെ n നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ആണ് അല്ലേ. സോ അവിടെ നമുക്കതിനെ n ആയിട്ട് എടുത്താൽ n mv ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. സോ ഈസ് ദി ആൻസർ. നമ്പർ 30. 2 blocks of masses 2 kilogram and 4 kilogram, they are attached by an inextensible light. If a force of 120 Newton pulls the blocks vertically upward, the tension in the string is. ഇപ്പോൾ നമ്മൾ ഓരോ മാസ് ബേസ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ 4 കിലോഗ്രാം മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളെ ഒന്ന് പരിചയപ്പെട്ടെ. മേപ്പോട്ട് 120 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, 4ൻ്റെ വെയിറ്റ് താഴോട്ടുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ആരൂടെയുണ്ട്, ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ഉണ്ട്. 2 കിലോഗ്രാം മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയേ, ഇനി നെറ്റായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, മേപ്പോട്ടുണ്ട്. 2 കിലോഗ്രാം ഒന്ന് എടുത്തേ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? താപ്പോട്ട് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നില്ലേ, മേപ്പോട്ട് അതിൻ്റെ ടെൻഷനില്ലേ, അതോടൊപ്പം അത് മേപ്പോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സേ എ ആക്സിലറേഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 4 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മേപ്പോട്ടുള്ള 120 മേപ്പോട്ടാണ് അല്ലേ. സോ 120 മൈനസ് എന്തൊക്കെയുണ്ട്? താപ്പോട്ട് 4g ഉണ്ട്, താപ്പോട്ട് ടെൻഷൻ ഉണ്ട് അല്ലേ. സോ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു യെസ്, അതിൻ്റെ ഡിഫറൻസ് ആണ് അവന് എം ഇൻറ്റു എ ആക്സിലറേഷൻ ആയിട്ട് കിട്ടുക. രണ്ടാമത്തെ ആളുടെ എങ്ങനെ എഴുതാം? താപ്പോട്ട് മേപ്പോട്ട് ആരാ ഉള്ളത്? ടെൻഷൻ കൂടുതലായിരിക്കണം, മേലോട്ടല്ലേ പോകുന്നത്. സോ ടെൻഷൻ മൈനസ് താപ്പോട്ട് എന്തുണ്ട്? 2g. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടണം? 2 ഇൻറ്റു ആക്സിലറേഷൻ. ഒരു 2 കൊണ്ട് ഇതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. സോ 2t മൈനസ് 4g എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 4a ആയി. അപ്പോൾ ഇതാ ഈ രണ്ട് ഭാഗവും ഈക്വൽ ആയി അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് 120 മൈനസ് 4g മൈനസ് t എന്ന് പറയുന്നത് 2t മൈനസ് 4g ആയി. 4g ക്യാൻസൽ ആയി. സോ 120 എന്ന് പറയുന്നത് 3t ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ t is equal to 120 by 3. So that is equal to 40n. So we get D as the answer. Number 14. A constant force F acts on a particle of mass 1 kilogram moving with a velocity v for 1 second. The distance moved in that time is. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇക്വേഷൻ ut പ്ലസ് ഹാഫ് AT². എ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ് ഇൻറ്റു t². ഇവിടെ പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി മൂവ്സ് എന്ന് പറയുന്നത് v ആണ്. അവൻ്റെ സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആക്കി എടുക്കാനാണ് നമ്മളോട് പറയുക. അതോടൊപ്പം അവൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് തന്നിരിക്കുക. സോ 1² 1. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് v പ്ലസ് f by 2. So we can say E as the answer for the question. Number 15. A spacecraft of mass 100 kilogram, so the given mass as 100 kilogram, breaks into two when its velocity is 10 raised to 4. The initial velocity എന്ന് പറയുന്നത് 10 to the power of meter per second. After the break, the mass of 10 kilogram that is stationary. The velocity എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് മാറുകയാണ്. ദ വെലോസിറ്റി ഓഫ് ദ റിമൈനിങ് പാർട്ടീസ്. അപ്പോൾ ഈ എം മാസ് എന്ന് പറയുന്നത് m1 m2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ വി ക്യാൻ ഈസിലി സേ ആദ്യത്തെ ആൾ m ആണ്, അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്. രണ്ടാമത്തത് v വെലോസിറ്റി ആയിട്ടിരുന്നോട്ടെ m1 v1 പ്ലസ് m2 v2 എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുക. അപ്പോൾ ഇതിൽ m1 എന്ന് പറയുന്ന 10 കിലോഗ്രാം ആണെങ്കിൽ അവൻ്റെ വെലോസിറ്റി ഇവിടെ 0 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ m2ൻ്റെ മാസ് 90 ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ m എന്ന് പറയുന്നത് ഇവിടെ 100 കിലോഗ്രാം ആണ്, അവൻ്റെ വെലോസിറ്റി 10 to the power of 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു വാട്ട് ഈസ് ദ വെലോസിറ്റി ദേ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 to the power of അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ v2 ഈസ് ഈക്വൽ ടു വാട്ട്? v2 ഈസ് ഈക്വൽ ടു 100 by 90 into 10 to the power of 4.
So that is equal to 1.11 into 10 to the power of 4 or 11.1 into 10 to the power of 3 meter per second. So we get the answer as B as the choice. So that is the very important concept. സോ ലോസ് ഓഫ് മോഷൻ ചില വർഷങ്ങളിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിലും മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ട്രൈ ടു ഡു മാക്സിമം MCQs. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.